സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ കോൽക്കളി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകളെ പരിശീലിപ്പിച്ച റെക്കോർഡ് കോയ ഗുരുക്കൾക്കാണ്. ഇക്കുറി കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിഷ്യരുമായാണ് കോയ ഗുരുക്കൾ കൊല്ലത്തെത്തിയിരിക്കുന്നത്. കുട്ടികളുടെ കൂട്ടത്തിൽ അതിശയിപ്പിക്കുന്ന മെയ്വഴക്കത്തോടെ കോൽക്കളി കളിക്കുന്നത് ആരാണ്? ഒരു നിമിഷം ഹാളിലുണ്ടായിരുന്ന മറ്റു ടീമുകളിലെ കുട്ടികൾ എത്തിനോക്കി. പ്രകടനം തീർന്നപ്പോൾ ഹാളിൽ നിറഞ്ഞ കയ്യടി. ഇത് തങ്ങളുടെ പ്രിയപ്പെട്ട കോയ ഗുരുക്കളല്ലേ? മറ്റ് ടീമംഗങ്ങൾക്കും കോയ ഗുരുക്കൾ സുപരിചിതൻ. ഇനിയൊരു ഫ്ലാഷ് ബാക്ക്. എട്ടാം വയസ്സിൽ സെയ്തലവിയുടെ കാലിൽ ലോറിയുടെ ടയർ കയറി. കാലിന്റെ ഒരു പാദത്തിന് ഗുരുതര പരിക്കേറ്റു. 13-ാം വയസ്സിൽ കോൽക്കളി പരിശീലിക്കാൻ തുടങ്ങിയപ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കോൽക്കളി പരിശീലകനാണ് കോയ ഗുരുക്കൾ. കോൽ കൈ കെട്ടിയാൽ കാലിൻ്റെ വയ്യായ്മൊന്നും അപ്പം മനസ്സിലാക്കി കിട്ടില്ല. കാരണം അതിനോടുള്ള താല്പര്യം കൊണ്ട് അത് എങ്ങനെയും കളിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ളൂ. 2007 കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോയ ഗുരുക്കൾ പരിശീലിപ്പിച്ച 12 ടീമുകളാണ് മത്സരിച്ചത്. 1-ാം സ്ഥാനവും കോയ ഗുരുക്കളുടെ ശിഷ്യർ നേടി. ഇന്നിപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിഷ്യരുമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് കല്ലായി പന്ന്യാങ്ങര സ്വദേശിയാണ് കോയ ഗുരുക്കൾ. കോൽക്കളിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും കോയ ഗുരുക്കൾക്ക് മതിവരില്ല. ഈ കല വളരെയധികം പ്രചരണത്തിലാണ്. കോലിക്കളിൻ്റെ കലയിൽ കൂടെ ആയിരിക്കണം കോലിക്കളി കളിക്കേണ്ടതും. കൂടുതൽ ഡാൻസായിട്ട് കോലിക്കളി കളിച്ചാൽ കോലിക്കളി ആവില്ല. അപ്പം നല്ലൊരു കല ആയിട്ട് മാറണം. കോൽക്കളിക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് ലുങ്കി ഉടുപ്പിച്ചു കൊടുക്കുന്നതും കോയ ഗുരുക്കളാണ്. ഞൊറി ഇടുന്നതിന് പോലും ഒരു കോയ ഗുരുക്കൾ ടച്ചുണ്ട്. കൗമാരക്കാരുടെ അതേ ഊർജ്ജസ്വലതയോടുകൂടി ഇപ്പോഴും കോയ ഗുരുക്കൾ കോൽക്കളി കളിക്കും. കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.